ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. കാർഷിക പരിഷ്കരണങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്നും പുതിയ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5643 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5861 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ചൂടുപിടിക്കുന്നു. ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 51 റൺസ് പരാജയം. ഇതോടെ പരമ്പര ഓസ്ട്രേലിയയ്ക്ക് സ്വന്തമായി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്നതിന് നാളെ അർദ്ധരാത്രി മുതൽ സമ്പൂർണ്ണ നിരോധനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ കാർഷിക പരിഷ്കരണങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്നും പുതിയ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങളായിരുന്നു ഇവയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 71ാം അധ്യായത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് കാർഷിക പരിഷ്കരണങ്ങൾക്ക് പാർലമെന്റ് നിയമസാധുത വരുത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സെപ്റ്റംബറിൽ പാസായ കാർഷിക നിയമത്തിൽ വിള വാങ്ങി 3 ദിവസത്തിനകം കർഷകന് മുഴുവൻ പണവും നൽകണമെന്ന വ്യവസ്ഥയുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള ശരിയായതും പൂർണ്ണവുമായ അറിവ് കർഷകർക്ക് കരുത്താകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണയ്ക്കെതിരായ പോരാട്ടം ശക്തമായി തുടരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശീതകാലം ശക്തി പ്രാപിക്കുന്നതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സാംസ്കാരിക സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി. രാജ്യത്തെ മ്യൂസിയങ്ങളിലെയും വായനശാലകളിലെയും മുഴുവൻ ശേഖരവും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 100 വർഷം മുൻപ് വാരാണസിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട അന്നപൂർണ ദേവിയുടെ വിഗ്രഹം കാനഡയിൽ നിന്നും രാജ്യത്തിന് തിരികെ ലഭിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അരബിന്ദോ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഡോക്ടർ സലിം അലി, ഗുരു നാനാക്ക് തുടങ്ങിയവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5643 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5861 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.34%. 64,589 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് ചൂടുപിടിക്കുന്നു. ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. ഡിസംബർ 8-ന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് നടക്കുന്നത്. അതേസമയം കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക ഇന്നു മുതൽ തയ്യാറാക്കി തുടങ്ങി. കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വ്യത്യസ്ത മാർഗ്ഗങ്ങൾ പരീക്ഷിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പോസ്റ്ററിലെ വൈവിധ്യം മുതൽ സ്ഥാനാർത്ഥികളുടെ കലാപ്രകടനം വരെ പ്രചാരണ ആയുധമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ കാണാറുള്ള പ്രചരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നൂതന സാങ്കേതിക പ്രചരണ രീതികളാണ് കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ പ്രചരണ രംഗത്ത് വ്യത്യസ്തമാക്കുന്നത്. ഏത് സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചും മത്സരിക്കുന്ന വാർഡിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗാനങ്ങളുടെ അകമ്പടിയോടെ ഗ്രാഫിക്സ് സഹായത്തോടെ പ്രചരണ രീതികൾ സ്ഥിരം കാഴ്ചയാണ്. പോസ്റ്റർ പ്രചാരണങ്ങളിലും വ്യത്യസ്തതയുണ്ട്. സ്ഥാനാർത്ഥികളുടെ സ്വന്തം ഫോട്ടോകൾക്കൊപ്പം പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി അടങ്ങിയ ചിത്രങ്ങളാണ് ഇത്തവണ ഉപയോഗിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രചാരണ രംഗത്ത് സിനിമാ സെറ്റുകളെ വെല്ലുന്ന വീഡിയോകളും പ്രചരണ ഉപാധികളായി സ്വീകരിക്കുന്നു. കലാകാരന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ കലാപ്രകടനങ്ങളും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കെഎസ്എഫ്ഇക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സർക്കാർ എതിരല്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. എന്നാൽ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ എതിരാളികൾക്കും സ്ഥാപനത്തിന്റെ എതിരാളികൾക്കും ആയുധം നൽകുന്ന തരത്തിലാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിജിലൻസ് എന്ത് പരിശോധനയാണ് കെഎസ്എഫ്ഇയിൽ നടത്തിയതെന്ന് വ്യക്തമാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി. വിജിലൻസ് പരിശോധന നടന്ന എല്ലാ ശാഖകളിലും ഇന്റേണൽ ഓഡിറ്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വിജിലൻസ് വകുപ്പിനെതിരെ ധനമന്ത്രി വിമർശനം ഉന്നയിച്ചത്
മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന് തെളിവാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുന്നതായ സിപിഐഎം പ്രചാരണം വിജിലൻസിന്റെ നടപടികളിലൂടെ പാളിപ്പോയതായും അദ്ദേഹം പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെട്ടവരോ ഇടനിലക്കാരോ ആണ് സമരം ചെയ്യുന്നതെന്നും പഞ്ചാബിൽ മാത്രമാണ് സമരമെന്നും കാർഷിക നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളെക്കുറിച്ച് ശ്രീ വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കെഎസ്എഫ്ഇ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരുന്നുവെന്നും അതിനെ ഈ നിലയിലാക്കിയവർ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതി അന്വേഷിക്കുന്നത് ധനമന്ത്രി തോമസ് ഐസക്കിന് താൽപര്യമില്ലാത്ത കാര്യമാണെന്നും അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വയനാട് കൽപ്പറ്റയിൽ പറഞ്ഞു. എൻസിഇആർടിയുടെ ഉപദേശക സമിതി അംഗമായി കൈറ്റ് സിഇഒ കെ അൻവർ സാദത്തിനെ നിയമിച്ചു. അൻവർ സാദത്തിന്റെ ഈ മേഖലയിലെ വൈദഗ്ധ്യവും അനുഭവവും പരിഗണിച്ചുകൊണ്ടാണ് ഈ നിയമനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനു കീഴിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് എൻസിഇആർടി. നിർമ്മാണ പിഴവ് മൂലം പുതുക്കി പണിയുന്ന കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ പുതിയ ഗർഡറുകൾ ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ 4 സ്പാനുള്ള 24 ഗർഡറുകൾ സ്ഥാപിക്കും. 102 ഗർഡറുകളാണ് ആകെ സ്ഥാപിക്കുക. പഴയ പാലത്തിന്റെ പൊളിക്കൽ ജോലികൾ ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശന നിയന്ത്രണങ്ങളിൽ അടുത്ത മാസം മുതൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കും. ഡിസംബർ 1 മുതൽ ക്ഷേത്രത്തിലെ 4 നടകളിലൂടെയും പ്രവേശനം അനുവദിക്കും. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന വിവാഹം, ചോറൂണ്, തുലാഭാരം തുടങ്ങിയവയ്ക്കും ഡിസംബർ 1 മുതൽ സൌകര്യം ഉണ്ടായിരിക്കും. കേരള മംഗള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയക്രമം മാറുന്നു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിന്റെയും നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസിന്റെയും പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരും. രാജധാനി എക്സ്പ്രസിന്റെ സമയക്രമം ഡിസംബർ 29 മുതൽ മാറുമെന്നാണ് പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. സിഡ്നിയിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് നഷ്ടമായി. ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിലും ഓസ്ട്രേലിയ 51 റൺസിന് വിജയിച്ചു. ഇതോടെ 3 ഏകദിനങ്ങൾ അടങ്ങിയ പരമ്പര 2-1 ഓസീസ് സ്വന്തമാക്കി. ഓസ്ട്രേലിയ ഉയർത്തിയ 390 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ ഒഡീഷ മത്സരം പുരോഗമിക്കുന്നു. 78 മിനിറ്റുകൾ പിന്നിടുമ്പോൾ ജംഷഡ്പൂർ 2 ഗോളുകളാണ് നേടിയത്. ഒഡീഷയ്ക്ക് ഗോൾ നേടാനായില്ല. പനാജിയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും മലയോര പ്രദേശത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ മേഖലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്തുനിന്നും കടലിൽ പോകുന്നത് നാളെ അർദ്ധരാത്രി മുതൽ പൂർണ്ണമായും നിരോധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ബുധനാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക പരിഷ്കരണങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്നും പുതിയ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5643 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5861 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ചൂടുപിടിക്കുന്നു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 51 റൺസ് പരാജയം. ഇതോടെ പരമ്പര ഓസ്ട്രേലിയയ്ക്ക് സ്വന്തമായി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്നതിന് നാളെ അർദ്ധരാത്രി മുതൽ സമ്പൂർണ്ണ നിരോധനം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.